എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? ഉത്തരം പുതുവയിൽ നാരായണ പണിക്കർ. പി.എൻ. പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം നീലംപേരൂർ, ആലപ്പുഴ. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ്? ഉത്തരം 1996 മുതൽ. പി.എൻ. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം? ഉത്തരം 2004 ജൂൺ 19. പി.എൻ. പണിക്കർ നയിച്ച ഗ്രന്ഥശാലാ സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത്? ഉത്തരം ക്രൂഷ്കായ അവാർഡ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള തുഞ്ചൻ പറമ്പിൽ. മാധവിക്കുട്ടിയുടെ ആത്മകഥ ഏത്? ഉത്തരം എൻ്റെ കഥ. കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? ഉത്തരം മലയാളം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം ആരുടെ വരികളാണിത്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം പി.എൻ. പണിക്കർ. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എഴുത്തച്ഛൻ. നീർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയത് ആര്? ഉത്തരം മാധവിക്കുട്ടി. കുറ്റിപ്പെൻസിൽ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത് ആര്? ഉത്തരം ഇരയിമ്മൻ തമ്പി. രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആര്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ലോക പുസ്തക ദിനമായി ഏപ്രിൽ 23 ആചരിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ 23 തീയതിയാണ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അർഹനായ മലയാള എഴുത്തുകാരൻ ആരാണ്? ഉത്തരം അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജന്റെ ഏത് കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്? ഉത്തരം റാം കെയർ ഓഫ് ആനന്ദി. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം? ഉത്തരം ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധമായ കഥ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ്? ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി. മലയാളത്തിലെ ആദ്യ നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത്? ഉത്തരം വിദ്യാവിനോദിനി. രാമായണം എഴുതിയത് ആര്? ഉത്തരം വാൽമീകി. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത്? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. വീണപ്പൂവ് എഴുതിയത് ആരാണ്? ഉത്തരം കുമാരനാശാൻ. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത് ഏത്? ഉത്തരം രാമചരിതം. മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ്? ഉത്തരം ഒ ചന്തുമേനോൻ. ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ? ഉത്തരം കുട്ടിക്കൃഷ്ണ മാരാർ. നീർമാതളം പൂത്ത കാലം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഉത്തരം മാധവിക്കുട്ടി. 1930 ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ? ഉത്തരം സർദാർ കെ.എം. പണിക്കർ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്ത നോവൽ രചിച്ചത് ആര്? ഉത്തരം എം. മുകുന്ദൻ.
മഹാഭാരതം രചിച്ചത് ആര്? ഉത്തരം വേദവ്യാസൻ. കേരള ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം നളചരിതമാട്ടക്കഥ. നളചരിതമാട്ടക്കഥ ആരാണ് രചിച്ചത്? ഉത്തരം ഉണ്ണായി വാര്യർ. മഹാകവി ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത്? ഉത്തരം ഓടക്കുഴൽ. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം ഒ വി വിജയൻ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ഉത്തരം ബാലാമണി അമ്മ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? ഉത്തരം വാസനാവികൃതി. മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതി ഏത്? ഉത്തരം വർത്തമാന പുസ്തകം. കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരം എസ് കെ പൊറ്റക്കാട്. സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വി ടി ഭട്ടതിരിപ്പാട് രചിച്ച നാടകം? ഉത്തരം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. സ്വന്തം പിതാവിൻ്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യമേത്? ഉത്തരം ആത്മാവിൽ ഒരു ചിത. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമേത്? ഉത്തരം വീണപൂവ്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത്? ഉത്തരം കുന്തലത.